ഹലോ ചങ്ങായിമാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കും. നമ്മൾ പരിചയം നേരിട്ട് കണ്ടിട്ടില്ലാത്തവരും കാണാത്ത കൂട്ടുകാരും എല്ലാവരും കൂട്ടുകാർക്കും എൻ്റെ അന്വേഷണങ്ങൾ. അപ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മളൊരു യാത്രയ്ക്ക് വൈകുന്നേരം ഒരു 6:30 ആയപ്പോൾ നമ്മൾ ചെരുപ്പ് കടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വഴിയിൽ കിടക്കുന്ന പിള്ളേരായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 10:30 ആയി. ഇത്രയും സമയം വരെ ഈ പിള്ളേരെന്നെ കാത്തിരിക്കുമെന്നോ എൻ്റെ സ്മെല്ലും എൻ്റെ സൗണ്ടും കേട്ടിട്ട് മാത്രം ഇറങ്ങി വന്നവരാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവരെല്ലാം കയറി കിടന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. എന്തോ നമ്മളിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്ന കേട്ടോ. അപ്പോൾ എന്തായാലും കൊണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലും 10:30 വരെ ശരിക്കും പറഞ്ഞാൽ ആരും തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇത്രയും റിസ്ക്കിന് നോക്കിയിരിക്കില്ല. പിന്നെ അയൽവക്കക്കാരെന്ത് പറയും, അങ്ങനെ പല വിചാരങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ആരും ശരിക്കും പറഞ്ഞാൽ പട്ടികളെ തീറ്റിപ്പോറ്റാൻ നിൽക്കില്ല എന്ന് ഉറപ്പാണ്. പിന്നെ അത്രമാത്രം എന്നെപ്പോലുള്ള ആൾക്കാർ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വാവുകൊണ്ട് മാത്രം പറയും, ശരിക്കും പ്രവർത്തികമാക്കത്തില്ല. നമ്മുടെ ചുറ്റും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രം സംസാരിച്ചാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുറ്റുവട്ടത്തെല്ലാം അങ്ങനെയാണ് കാണുന്നത്. പട്ടികളെ കാണുമ്പോൾ അയ്യോ പാവം എന്നൊക്കെ പറയും. എന്നിട്ട് എന്താ പറയുക, ഗർഭിണിയാണെങ്കിൽ പോലും അതിനൊരു കുന്തവും കൊടുക്കില്ല. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ഗർഭിണി പട്ടിയാണ് കേട്ടോ. എൻ്റെ വയറ് അനങ്ങാൻ പറ്റില്ല. അപ്പം നമ്മൾ നോക്കി വീടിൻ്റെ ബാക്കിൽ നിൽക്കും. ഇതെല്ലാം തെരുവട്ടികളാണ് കേട്ടോ. നമ്മളിവിടെ വീട്ടിൽ പട്ടിയോ ഒന്നുമില്ല. അപ്പോൾ ഞാനുണ്ടല്ലോ, അതിൻ്റെ വയറൊക്കെ നിറഞ്ഞിരിക്കും. വിളിച്ചിട്ട് വന്നില്ല, പയ്യാണ് അത് നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വയറ്റിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, പാവം. എന്തായാലും അതിനും നമ്മൾ ആഹാരം കൊടുത്തോട്ടെ. സമയം കാലമൊന്നും നോക്കിയൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വന്ന ഉടനെ ഡ്രസ്സ് പോലും മാറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരാൾ പ്രതീക്ഷിച്ചിരിക്കണം. നമ്മളിപ്പോൾ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെയല്ല മൃഗങ്ങളും. ജീവൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ, അത് ഏതിനാണെങ്കിലും. അന്ന് എൻ്റെ വിചാരം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വിചാരം അങ്ങനെ ആയിരിക്കണം എന്നില്ല. ആ പട്ടിക്കുട്ടൻ ആ ഫുഡൊക്കെ കഴിച്ച സന്തോഷമാണ് തിരികെ പോയിട്ടു. പിന്നെ ഇത് നമ്മുടെ അണ്ണാൻകുഞ്ഞ കാരക്കുട്ടി ദാസപ്പൻ. കുറേ അണ്ണാന്മാരൊക്കെ ഇവിടെ വരും കേട്ടോ. അവനെ ഞാൻ അതിരാവിലെ ആവുകൊണ്ട് ഫുഡ് വെച്ച് കൊടുത്തില്ല കേട്ടോ. ചോറ് ചൂടായിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. അപ്പോൾ മരക്കൊമ്പിലൊക്കെ അവൻ പോയി നോക്കിയപ്പോൾ ഒന്നും കാണില്ല. എന്തായാലും അവന് വാഴപ്പടച്ച് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വാഴപ്പടച്ച് കയറിയിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവന് മരക്കമ്പൊക്കെ അങ്ങ് പോകുന്നതാണ് കേട്ടോ. പിന്നെ പോയിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും കേട്ടോ. എന്നാണേലും ചോറ് ശരിയായില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇത്തരം ആൾക്കാരെല്ലാം നമ്മളിവിടെ വന്ന് വിളിക്കും കേട്ടോ. ഈ ഓലഞ്ഞാലി ഉണ്ടോ, ഓലഞ്ഞാലി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര കൂട്ടൊന്നും ആവത്തില്ല. കാരണം ഇത് വലിയ കിളിയാണ്. പിന്നെ അതുകൂടാണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലെയൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രം കമ്പനിയാവും. ഇത് വൈൽഡ് പേടിപ്പെട്ടതാവുകൊണ്ട് അങ്ങനെ കമ്പനി ആവത്തില്ല. പിന്നെ നമ്മളായിട്ട് ഇത് കമ്പനി ആവട്ടെ. ഞാൻ തൊട്ടടുത്ത് എനിക്ക് വേണമെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയാണെന്ന് പ്രതികരണം നടത്തി ചിലപ്പോൾ കൊത്തു കേട്ടോ. കാരണം നമ്മളോർന്നത്തെ രക്ഷിച്ചൊക്കെ വിട്ടതാണ്. അപ്പോൾ അതിനെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിക്കുക. എൻ്റെ കാലൊക്കെ ഉണ്ടെങ്കിൽ പേടിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രമേ നിന്നുള്ളൂ. ഇവരിഞ്ഞ് അധികം കൂട്ടായി കഴിഞ്ഞാൽ കയ്യിലൊക്കെ കയറി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നഖം കൊള്ളും. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത്. പിന്നെ ഈ ഒരു സൗണ്ട് കൊണ്ട് എന്നെ വന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മളവിടെ ഫുഡ് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ സൗണ്ട് എന്തൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഭാഷയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അയ്യോ ഒലഞ്ഞലി 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 ഒലഞ്ഞലി